തിരുസഭ 100. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം സങ്കീർത്തന പുസ്തകത്തിൻ്റെ 124 അധ്യായത്തിൻ്റെ 8 തിരുലിഖിതമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ നാമം അതിശക്തമാണ്. കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ ശക്തരായി ശക്തിയോടുകൂടി മുന്നോട്ട് പോകും. കർത്താവിൻ്റെ നാമത്തിൽ പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനായി കർത്താവ് ആവശ്യപ്പെടുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് വളരെ കാര്യമായി തന്നെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഇടപെടുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ പഴയ നിയമത്തിൽ ദാവീദ്, ആട്ടിടനായ ദാവീദ് ഗോലിയാത്തിനെ വധിക്കുവാനായി കടന്നു വരുന്ന സമയത്ത് അവസാന നിമിഷത്തിൽ ദാവീദ് ഗോലിയാത്തിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കർത്താവിൻ്റെ നാമത്തിലാണ് നിന്നോട് യുദ്ധം ചെയ്യുവാനായി കടന്നു വരിക. കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് കടന്നു വന്ന ദാവീദ് വലിയ മല്ലനായ വലിയ രാക്ഷസനെ പോലെയുള്ള ഗോലിയാത്തിനെ വളരെ നിഷ്പ്രയാസം വധിക്കുകയാണ്. സാധാരണമായി അസാധ്യമായ കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കടന്നു വരുമ്പോൾ അവൻ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ നാമത്തിൽ എന്തൊക്കെ നമ്മൾ ആരംഭിച്ച് കർത്താവിൻ്റെ നാമത്തിൽ എന്തൊക്കെ പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുന്നുവോ അവയെല്ലാം വിജയത്തിലെത്തും. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണം എന്ന് പറയുക. ഇപ്പം നമുക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കാര്യങ്ങൾ ആരംഭിക്കുക. ഇപ്പോൾ പഠിക്കാൻ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പഠിക്കാനിരിക്കുന്നു. സ്കൂളിൽ പോകുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്കൂളിൽ പോകുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. ഏത് സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴും പിന്നെ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മളൊരു കാര്യം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം ചെയ്യുന്നത് നമ്മളല്ല, കർത്താവാണ്. കർത്താവ് അത്ഭുതകരമായി ആ മേഖലകളിൽ ഇടപെടുകയാണ്. അതാണ് ദൈവനാമത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 124:8, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. അതാണ് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി. എന്താണ് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. രോഗം സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അത് സുഖപ്പെടും. അത് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ആകാശം, ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് ആകാശം വാക്കുകൊണ്ട് കർത്താവ് സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ ഭൂമി കർത്താവ് സൃഷ്ടിച്ചു. അത് കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. തൻ്റെ വചനമയച്ച് അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ കർത്താവിൻ്റെ നാമത്തിലാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുക. അതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ലോകത്തിലെ ഒരുപാട് ഒരു വ്യക്തികളിലോ ഇല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ ആശ്രയിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനൊരു ഒരു പോംവഴിയായി ചില വ്യക്തികളുടെ പുറകെ ഇല്ലെങ്കിൽ ചില ഉപദേശങ്ങളുടെ പുറകെ ചില സംഘടനകളുടെ പുറകെ ഒക്കെ പോയി അതിനൊക്കെ ഉപദേശങ്ങൾ തെറ്റൊന്നുമില്ല. എങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, തീർച്ചയായും മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ആദ്യം തന്നെ നമ്മൾ ഏത് കാര്യങ്ങളിലും ആലോചന ചോദിക്കേണ്ടത് കർത്താവിനോടാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയോടെ കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ ആദ്യമാണ്, കർത്താവെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിക്കുക. ഇനി കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുക. കർത്താവ്, നീ നൽകുന്ന ഉത്തരം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ ആശ്രയം വെച്ച് നീ നൽകുന്ന ഉത്തരം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിൻ്റെ ഹിതമായി ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വാസത്തോടു കൂടി ആശ്രയബോധത്തോടു കൂടി കർത്താവിനോട് പറയുമ്പോൾ കൃത്യമായ ഉത്തരം ദൈവം നമുക്ക് നൽകുകയാണ്.
പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിന് കൂടുതൽ വില നൽകിക്കൊണ്ട് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൻ്റെ ഇടപെടലിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്തു ചെയ്യുമ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത് വിജയം വരിക്കുവാനായി സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൻ്റെ ശക്തി അതാണ്. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും, സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ സുഖപ്പെടും, മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. അത് ദൈവനാമത്തിൻ്റെ ശക്തിയാണ്. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കാനും എല്ലാ കാര്യങ്ങളും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാനും ഒരിക്കലും നിരാശപ്പെടാതെ എൻ്റെ കൂടെയുള്ളത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവ്വശക്തനായ ദൈവമാണെന്നും ആ ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വഴി നടത്തപ്പെടുന്നതെന്നുള്ള അപൂർണ്ണ ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.